നമസ്കാരം. മോക്ഷ ട്രാവൽസ് സംഘടിപ്പിച്ച ഞങ്ങളുടെ ദക്ഷിണേന്ത്യൻ ടെമ്പിൾ ടൂറിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ രണ്ടാമത്തെ ക്ഷേത്രമായ ഗംഗൈകൊണ്ട ചോളപുരത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഞങ്ങൾ ഗംഗൈകൊണ്ട ചോളപുരത്തെത്തി. നമുക്ക് ക്ഷേത്ര ദർശനം നടത്താം. തമിഴ്നാട്ടിലെ അരിയല്ലൂർ ജില്ലയിലെ ജയൻകൊണ്ടത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ഗംഗൈകൊണ്ട ചോളപുരം. തിരുച്ചിറപ്പള്ളി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം 125 കിലോമീറ്റർ, അതായത് 78 മൈൽ വടക്ക് കിഴക്കായിട്ടാണ് ഈ പട്ടണം. ഞങ്ങളുടെ ഗൈഡ് ശരവണൻ ചോള രാജാക്കന്മാരെക്കുറിച്ചും ഈ സ്ഥലത്തെക്കുറിച്ചും ഈ ക്ഷേത്രത്തെക്കുറിച്ചും വിശദീകരിക്കുന്നു. ഈ ക്ഷേത്രം പുരാതനവും ചരിത്രപരവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ്. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിച്ച രാജരാജ ചോളൻ്റെ, അതായത് അരുൾമൊഴിവർമ്മൻ്റെ മകൻ രാജേന്ദ്ര ചോളൻ ഒന്നാമൻ, അതായത് മധുരാന്തകൻ ആണ് ഇത് നിർമ്മിച്ചത്. പൊന്നിയൻ സെൽവൻ എന്ന സിനിമയിലൂടെ നിങ്ങൾ അവരെക്കുറിച്ച് കേട്ടിരിക്കാം. രാജരാജ ചോളന് ശേഷം രാജേന്ദ്ര ചോളൻ തഞ്ചാവൂരിൽ നിന്ന് തലസ്ഥാനം ഈ സ്ഥലത്തേക്ക് മാറ്റി. ഇപ്പോൾ ഗംഗൈകൊണ്ട ചോളപുരം. ഗംഗൈകൊണ്ട ചോളീശ്വരം എന്നായിരുന്നു ഈ സ്ഥലത്തിൻ്റെ യഥാർത്ഥ പേര്, അതായത് ജടയിൽ ഗംഗയെ ധരിച്ച ശിവൻ്റെ പേര്. തഞ്ചാവൂർ ക്ഷേത്രവുമായി സമാനതകളുള്ള ഒരു ക്ഷേത്രം പണിയാൻ അദ്ദേഹം ആലോചിച്ചു. എന്നാൽ അതേ വലിപ്പത്തിലല്ല. ഗംഗയെ ദക്ഷിണേന്ത്യയിലേക്ക് കൊണ്ടുവന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. 1019 1021 ഇടയിൽ അദ്ദേഹം ഗംഗാ നദീതടത്തിലെ ഭരണാധികാരികളുമായി യുദ്ധം ചെയ്തു. യുദ്ധം ജയിച്ച് ഗംഗാജലം ഇവിടെ എത്തിച്ചു. ഗംഗാതടത്തിലെ രാജാക്കന്മാർക്കെതിരായ തൻ്റെ വിജയത്തിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹം ഒരു വലിയ തടാകം പണിതു. ഈ ക്ഷേത്രത്തിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ് തടാകം. ഗംഗയിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം അതിലേക്ക് ഒഴിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമായ പൊന്നേരി എന്ന തടാകത്തെ ചോളഗംഗം എന്ന് വിളിക്കുന്നു. ഇത് ഇപ്പോൾ ജലസേചന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. രാജേന്ദ്ര ചോളൻ ഈ ക്ഷേത്രം പൂർണ്ണമായും നിർമ്മിച്ചു. എന്നാൽ പിന്നീട് വന്ന ഭരണാധികാരികൾ അത് നശിപ്പിച്ചു. ക്ഷേത്ര സമുച്ചയത്തിൽ നിന്ന് യഥാർത്ഥ കല്ലുകൾ പോലും നീക്കം ചെയ്തു. ആർക്കോട്ട് നവാബിൻ്റെ കാലത്ത് പിന്നീട് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഈ ക്ഷേത്രം കോട്ടയായി ഉപയോഗിച്ചു. ക്ഷേത്ര സമുച്ചയത്തിൽ അതിൻ്റെ തെളിവുകൾ ഇന്നും നമുക്ക് കാണാം. പീരങ്കി ടവർ ഇവിടെ കാണാം. 980 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രം 11-ാം നൂറ്റാണ്ടിൽ പണിതീർത്തതാണ്. തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം 10-ാം നൂറ്റാണ്ടിലാണ്. ധാരാസുരം ക്ഷേത്രം 12-ാം നൂറ്റാണ്ടിലാണ്. ചോളരുടെ കാലത്ത് ഒരു വലിയ ഗോപുരവും ഗോപുരത്തിന് ചുറ്റും സുരക്ഷാ മതിലും ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് വന്ന ഭരണാധികാരികൾ അവ നശിപ്പിച്ചു.
നിങ്ങൾക്ക് ധ്വജസ്തംഭവും അതായത് കൊടിമരം, അന്നത്തെ ജമീന്ദാർ ഉണ്ടാക്കിയ ചുണ്ണാമ്പുകല്ലിൽ നിർമ്മിച്ച നന്ദിയുടെ പ്രതിമയും 11 അടി ഉയരത്തിലുള്ളത് കാണാം. വേനൽക്കാലത്ത് സൂര്യപ്രകാശം നേരിട്ട് നന്ദിയുടെ മുഖത്ത് പതിക്കുകയും പ്രധാന ക്ഷേത്രത്തിനുള്ളിലെ ശിവലിംഗത്തിലേക്ക് അത് പ്രതിഫലിക്കുകയും ചെയ്യും. ഒറ്റക്കല്ലിൽ തീർത്ത ഈ ക്ഷേത്രത്തിലെ ശിവലിംഗം ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ളതാണ്, 13.5 അടി. തഞ്ചാവൂരിലേത് 13 അടി ഉയരമുണ്ട്. ശിവലിംഗത്തിന് താഴെ ചന്ദ്രകാന്തം കല്ല് സ്ഥാപിച്ചിട്ടുണ്ട്. വേനൽക്കാല സമയത്ത് ശിവലിംഗത്തിന് മുന്നിൽ നിന്നാൽ തണുപ്പ് അനുഭവപ്പെടും. ശൈത്യകാലത്ത് നിങ്ങൾക്ക് ചൂട് അനുഭവപ്പെടും. അതിനാൽ ഇതിനെ കാലാവസ്ഥാ കല്ല് എന്ന് വിളിക്കുന്നു, ക്ലൈമറ്റ് സ്റ്റോൺ എന്ന് വിളിക്കുന്നു. ഇവയാണ് ഏറ്റവും വലിയ ദ്വാരപാലകർ. എല്ലാ വർഷവും ഒക്ടോബറിലെ പൗർണമി പൂർണ്ണചന്ദ്രൻ സമയത്ത് ഈ ക്ഷേത്രത്തിൽ അന്നാഭിഷേകം, അരി കൊണ്ടുള്ള വഴിപാട് നടത്തപ്പെടുന്നു. ഇതൊരു മഹത്തായ ചടങ്ങാണ്. പ്രധാന ശിവലിംഗം ഈ സമയത്ത് വേവിച്ച ചോറ് കൊണ്ട് അലങ്കരിക്കും. കുറഞ്ഞത് 4000 കിലോഗ്രാം അരിയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. പ്രധാന ക്ഷേത്രം അലങ്കാര സമയത്ത് അടച്ചിടും. ദർശനത്തിനായി ശ്രീകോവിലിൻ്റെ വാതിൽ വൈകിട്ട് 6 മണിയോടെ തുറക്കും. ശിവലിംഗം മുഴുവൻ അരിയും പൂക്കളും പഴങ്ങളും കൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അലങ്കാരം നീക്കം ചെയ്യുമ്പോൾ അവർ പാകം ചെയ്ത അരിയുടെ ഒരു പ്രധാന ഭാഗം ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവർക്കായി 3 ഭാഗങ്ങളായി മാറ്റിവെക്കും. ഇത് പിന്നീട് മത്സ്യങ്ങൾക്ക് തീറ്റയായി തടാകത്തിലിടുന്നു. അരി അവർ പാഴാക്കില്ല. അരിയുടെ ഓരോ തരിയും ശിവൻ്റേതാണെന്ന് അവർ വിശ്വസിക്കുന്നു. മാറ്റിവെച്ചിരിക്കുന്ന ബാക്കി ഭാഗം തൈരുമായി കലർത്തി ക്ഷേത്രത്തിലെ ഭക്തർക്കും സന്ദർശകർക്കും വിതരണം ചെയ്യും. ശിവലിംഗത്തിൽ നിന്നുള്ള ചൂട് കാരണം ചോറ് കഴിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്നതിനാൽ വിതരണത്തിന് മുൻപ് തൈര് ചോറുമായി കലർത്തുന്നു.
ബൃഹദീശ്വര ക്ഷേത്രത്തിലെ ശ്രീകോവിലിൻ്റെ ഉയരം 216 അടിയാണ്. എന്നാൽ ഇവിടുത്തെ ഉയരം 180 അടി മാത്രം. 75% ഗ്രാനൈറ്റും 25% ചുണ്ണാമ്പുകല്ലും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. തഞ്ചാവൂരിലെ ആകൃതി ഈജിപ്ഷ്യൻ പിരമിഡ് പോലെയാണ്. അത് പുരുഷത്വം ആണ്. എന്നാൽ ഇവിടെ സ്ത്രീത്വം, അതായത് ഒരു സ്ത്രീയുടെ ഇടുപ്പ് പോലെ വളഞ്ഞതാണ്. ഈ ഗണേശ പ്രതിമയെ മ്യൂസിക്കൽ ഗണേശൻ എന്നാണ് വിളിക്കുന്നത്. മുകളിൽ നിന്ന് താഴേക്ക് ഒരു കല്ലുകൊണ്ട് നിങ്ങൾ പ്രതിമയിൽ സ്പർശിച്ചാൽ വ്യത്യസ്ത സംഗീത സ്വരങ്ങൾ ഉണ്ടാകുന്നു. ഇതൊരു അർദ്ധനാരീശ്വര പ്രതിമയാണ്. പകുതി ആണും പകുതി പെണ്ണും. പ്രതിമയുടെ ഇടതു പകുതിയിൽ നിറ വസ്ത്രമണിഞ്ഞ് കയ്യിൽ പൂവുമായി പാർവതിയും വലതുഭാഗം കയ്യിൽ കോടാലിയുമായി നിൽക്കുന്ന ശിവനും. ഇതാണ് തെക്കുഭാഗത്തുള്ള ദക്ഷിണാമൂർത്തി. ഈ ക്ഷേത്രത്തെ തെക്കൻ കൈലാസം എന്ന് വിളിക്കുന്നു. പുരാവസ്തു വകുപ്പാണ് ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നത്. നായകരുടെ ഭരണകാലത്ത് അവർ വടക്കൻ കൈലാസ് ക്ഷേത്രത്തിൽ ശിവലിംഗം നീക്കം ചെയ്ത് 9.5 അടി ഉയരമുള്ള പാർവതിയുടെ പ്രതിമ സ്ഥാപിച്ചു. ഇതാണ് നാഗലിംഗ വൃക്ഷം. നാഗപുഷ്പത്തിൻ്റെ മുകൾ ഭാഗം ശിവന്റെ തലയ്ക്ക് മുകളിലുള്ള 5 പാമ്പുകൾക്ക് സമാനമാണ്. ഈ ക്ഷേത്രത്തിൽ പലയിടത്തും നാഗലിംഗ വൃക്ഷം കാണാം. നാഗപുഷ്പം എന്നാണ് പൂവിൻ്റെ പേര്.
ഈ പ്രതിമയിൽ ശിവൻ തന്നോട് ദേഷ്യപ്പെട്ട പാർവതിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. കാരണം ശിവന്റെ മറുകൈയിൽ ഗംഗയുണ്ട്. യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിന് ചുറ്റും ഇത്തരത്തിലുള്ള 2 ലെവൽ ഇടനാഴികൾ ഉണ്ടായിരുന്നു. ചോളന്മാർക്ക് ശേഷം വന്ന വിവിധ ഭരണാധികാരികൾ ഇവ നശിപ്പിച്ചു. 20 കൈകളിൽ ആയുധങ്ങളുള്ള മഹിഷാസുരമർദ്ദിനിയാണ് ഇത്. ഇതാണ് സിംഹകേണി. കേണി എന്ന് പറഞ്ഞാൽ കിണർ. സമീപത്തെ കിണറ്റിൽ നിന്ന് വെള്ളം ഉയർത്താൻ സിംഹകേണിയിലെ ഈ പ്രവേശന കവാടത്തിലൂടെ പോകാതെ വേറെ മാർഗമില്ല. ഈ തുറന്ന കിണറുമായി സിംഹകേണി ഒരു നാളത്തിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ കിണറ്റിലെ വെള്ളം ചോളഗംഗയിൽ നിന്നാണ് വരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. നാഗപുഷ്പമുള്ള മറ്റൊരു നാഗലിംഗ വൃക്ഷമാണിത്.
ഈ ക്ഷേത്രയാത്ര നിങ്ങൾക്ക് രസകരമായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ചിദംബരം തില്ലൈ നടരാജ ക്ഷേത്രവുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം യൂട്യൂബിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്കാരം.